ആ കൊള്ളാം, മിടുക്കനാ കേട്ടോ. സ്വാഗതം പറയാൻ പഠിച്ചു യേശു. അതെ അതെ, അവനെ സ്വാഗതം പറയാൻ പഠിപ്പിച്ചു. നീ സ്കൂളിലാണോ പഠിക്കുന്നത്? സൗണ്ട് പോയി. സയൻസ് സ്കൂളിലാണോ പഠിക്കുന്നത്? നല്ല സ്കൂളാ അല്ലേ? നമ്മളെവിടെ പോവാ? ഇന്ന് നമ്മള് വിഷുവിന്റെ പരിപാടികളൊക്കെ തുടങ്ങുമല്ലോ. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, കമ്പംമെട്ടിലെ വിഷു പ്രോഗ്രാം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം അല്ലേ? കമ്പംമെട്ടിൽ പോയി നമുക്ക് വിഷു, അവിടെ ഒരു കണിക്കൊന്ന പൂത്ത് നിൽക്കുന്ന കണ്ടായിരുന്നു. അത് ഉന്നം വെച്ചാ പോകുന്നത്. അവിടെ ചെല്ലുമ്പോ അറിയാം അവിടെ കണിക്കൊന്ന പൂവുണ്ടോ കൊന്നയുണ്ടോ എന്നൊക്കെ. ഉണ്ടോന്ന് അറിയത്തില്ല, പോയി നോക്കാം. ഏതായാലും കണി ചെന്നിട്ട് കണിക്കൊന്നയിൽ ആദ്യം പൂ സെറ്റ് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കി സാധനങ്ങളെല്ലാം വാങ്ങിച്ച് നമുക്ക് ഒരു കറക്കമൊക്കെ കറങ്ങി വരാം. അതെ, യേശുവിന് സന്തോഷമായെന്ന് തോന്നുന്നല്ലോ. കണി വെക്കാൻ ഫ്രൂട്ട്സ് എല്ലാം വേണമെന്നാ യേശു പറഞ്ഞേ. ആണോ? കണി വെക്കാനല്ല, അവന് കഴിക്കാനാന്ന് എനിക്ക് തോന്നുന്നത്. അതൊരു ചെറിയ കെണിയാണല്ലോടാ. അല്ലേടാ? അങ്ങനെ നമ്മൾ വന്ന് നമ്മൾ കമ്പംമെട്ട് ചെക്ക് പോസ്റ്റ് ആയി കേട്ടോ. കമ്പംമെട്ട് ചെക്ക് പോസ്റ്റിനടുത്തേ നമ്മളെ ഏലമൊക്കെ ഉണങ്ങുന്ന ഒരു ഡ്രയർ ഉണ്ട്, സന്തോഷ് ചേട്ടൻ എന്ന് പറഞ്ഞൊരു ചേട്ടൻ്റെ. അതിന്റെ വാതിക്കലൊരു കൊന്ന ഇങ്ങനെ പൂത്തൊലഞ്ഞ് നിൽപ്പണ്ടേ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, സന്തോഷ് ചേട്ടനോട് ചോദിച്ചിട്ട് ഇതേന്ന് കുറെ കൊന്നപ്പൂവൊക്കെ തരാമെന്ന് ചോദിക്കാം. പുള്ളി ആരെ കൊണ്ട് ഓടിപ്പിക്കാന്ന് നിർത്തിയേക്കോന്ന്. എനിക്കൊരു സംശയം, ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട്. അതെ അതെ, ഇനി ആരെയും തൊട്ടു പോകരുതെന്ന് പറഞ്ഞത്. അതെ അതെ, നിർത്തിയേക്കുന്നതാണോ അറിയത്തില്ല. കിട്ടുന്നൊക്കെ എടുത്തോണം കേട്ടോ. ഇതിനാണ് ഈ വല്ലഭന് പുല്ലുവായുധം എന്ന് പറയുന്നത്. ഇപ്പൊ കിട്ടിയത് വെച്ച് നമ്മളെ കുത്തിപ്പറിച്ചൊക്കെ എടുക്കണ്ടത്. പിന്നെ വീഴുന്നുണ്ട്. രണ്ടിനൊട്ടും കട്ടിയില്ലല്ലേ? രണ്ടിന് കട്ടിയൊന്നുമില്ല, കുറേശ്ശെ അതേ. ഇതുണ്ടല്ലോ, ഈ കായില്ലേ, ഈ കാ കൊണ്ട് പൊട്ടിച്ചതിന്റെ അത് അരി നട്ടു വെച്ചാ മതി. ഉണങ്ങിയ കാ കിടപ്പില്ലേ ചോട്ടിലുണ്ടോ പോപ്പി? ഉണ്ട്, കിടക്കും. ഇത് പാകിയാ മതി. എന്തൊരു കളറല്ലേ അങ്ങനെ പോയി മാറിയെന്നോ. കത്തി കറിച്ചിക്കല്ലേ, കത്തി കെട്ടി വെച്ചല്ലേ അമ്മേ? കത്തി ഓസിന്റെ മേളിലോട്ട് വെച്ചു. യേശു മതി, പറിച്ചു കഴിഞ്ഞിട്ട് പറിക്കാം. ക്യാച്ച് പിടിക്കണ്ട, നമുക്ക് പറിച്ചു കഴിഞ്ഞ് പെറുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള വന്നപ്പോഴൊക്കെ കണി വെക്കാനുള്ളതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത ആൾക്കാർ വരുന്നവർക്ക് അവസരം കൊടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ വഴിയെ പോകാം അല്ലേ? ഇനി കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു വിട്ടാലോ? എന്നാ ഇനി അടുത്തത് എങ്ങോട്ടാണ്? ഇനി അടുത്തതായി നമ്മൾ കുറച്ച് പച്ചക്കറിയൊക്കെ ഒന്ന് വാങ്ങിക്കാനായിട്ട്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ കുറച്ച് പേരൂടെ ഒക്കെ വരുന്നില്ലേ? അപ്പം നാളെ നമുക്ക് വിഷു ആഘോഷിക്കണ്ടേ? അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കുറച്ച് സാധനമൊക്കെ ആയിട്ട് വരാം. ഇവിടെ നമുക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ ഇഷ്ടം പോലുള്ള ഒരു കടയാണ്. നമുക്ക് ഇവിടുന്ന് കുറച്ച് സാധനം വാങ്ങിച്ചോണ്ട് പോകാം കേട്ടോ. നീ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറങ്ങി പെട്ടെന്ന് വാങ്ങിച്ചത് കണ്ടോ. നമുക്കേ കണി വെക്കാനായിട്ടേ ഒരു ചെറിയ ചക്കയും കൂടെ ഇട്ടുകൊണ്ട് പോവാം. ഇത് കന്നിപ്ലാവാണോ? അല്ല, ചെറിയ പ്ലാവ്. കണി കാണാൻ ചക്ക ഉള്ളത് നല്ലതല്ലേ? അതെ അതെ, ഇതിലെല്ലാം വിളഞ്ഞു വരുന്നുണ്ട് കേട്ടോ. വിളവായി വരുന്നത് നമുക്കിടാം. അലമ്പ് കിടന്ന് ഉറങ്ങുന്നുണ്ടോ? ഇനി ഉറങ്ങുമ്പോ എന്തൊരു പാവോ അല്ലേ? ഉറങ്ങുമ്പോ എല്ലാരും പാവോ. അതിലൂടെ പോ, അതിലേക്കൂടി അവിടെയും കൂടെ കൂട്ടാറ്റിലും കൂടെ പോണ്ടേ? സാധനം ഇനി വാങ്ങിക്കണം അല്ലേ? അരിയും തൈരും. അപ്പം നമ്മൾ കടയിൽ പോയി സാധനങ്ങളെല്ലാം വാങ്ങിച്ച് തിരിച്ചു വന്നു. നല്ല ചൂട് പപ്സും
ചൂട് ചായയുണ്ട്. ഒരു കാര്യമുണ്ട്, പപ്സ് കഴിക്കുന്നവരെല്ലാം ഇവിടെ വന്നിരുന്ന് കഴിച്ചോണം, അല്ലെങ്കിൽ പൊടിച്ച് അവിടെ എല്ലാം ഇടും. ഇന്ന് ആരൊക്കെ വരും അമ്മേ? ഇന്ന് നാളെ വിഷു ആയതുകൊണ്ട് ഇന്നിപ്പം അച്ചമ്മച്ചി ഇവിടെ ഇല്ല. അച്ചമ്മച്ചി മഞ്ചേരിക്ക് പോയേക്കും അനിയത്തിയുടെ അടുത്ത്. പിന്നെ വരുന്നത് കട്ടപ്പന വീട്ടിൽ നിന്ന് അച്ചാച്ചനും അമ്മമ്മയും പിന്നെ അമ്മമ്മയുടെ ഒരാങ്ങളയുണ്ട് കായംകുളത്തുള്ള, മാമനും അമ്മായിയും മോനും ഉണ്ട്. അവരെല്ലാം കൂടെ വൈകുന്നേരം ഇങ്ങോട്ട് വരും. ചായയൊക്കെ കുടിച്ചിട്ടേ രാത്രി അവർക്ക് വേണ്ട ഫുഡൊക്കെ നമുക്ക് ഉണ്ടാക്കണം. എല്ലാരും കൂടി സഹായിക്കണം. ചായ എല്ലാം കുടിച്ച് കുടിക്കാല്ലേ? ചായ പഞ്ചസാര ശരിയല്ല. ഞാന് ചേട്ടാ അച്ഛന് അച്ഛ അമ്മക്കില്ലാതെ പറ്റത്തില്ല. അച്ഛക്ക് അതുകൊണ്ട് ആഴ്ചയിൽ 1ഉം 2ഉം തരികയത്. നമ്മുടെ വന്ന വിരുന്നുകാരെല്ലാവരും കിടന്നുറങ്ങി കേട്ടോ. കുറച്ച് പേരൊക്കെ ഇനി ഉറങ്ങാനുണ്ട്, എന്നാലും എല്ലാവരും റൂമിനകത്തായി. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് കണിയെല്ലാം ഒരുക്കി വെച്ചിട്ട് കിടന്നുറങ്ങാം. രാവിലെ എല്ലാവരും എഴുന്നേറ്റ് വന്ന് കണി കണ്ടോളൂ. അപ്പോൾ മൊത്തം ഒരുക്കി വെക്കാം അല്ലേ? ഒരുക്കി വെക്കാം. സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചോ. അപ്പോൾ നമ്മൾ പറിച്ചുകൊണ്ട് വന്ന ചക്കയും പൈനാപ്പിളും തേങ്ങാമുറിയും പിന്നെ എന്ന് പറഞ്ഞ പച്ചക്കറികൾ സാധനങ്ങളെല്ലാം നമ്മുടെ കമ്പത്തെ മുന്തിരി വരെ ഉണ്ട് കേട്ടോ. കമ്പത്തെ മുന്തിരി എല്ലാം കൂട്ടി നല്ല അടിപൊളി ഒരു കണിയായിരിക്കണം. കാണുന്നവർക്ക് ഒരു വർഷം അവരുടെ അടുത്ത വർഷം നല്ല ക്ലിയർ ആയിരിക്കണം. അപ്പം അത്ര നല്ല രീതിയിൽ കണി ഒരുക്കി വെച്ചിട്ട് വേണം ഇന്ന് കിടന്നുറങ്ങാൻ. നമ്മുടെ നോട്ടിന് വരെ പ്രത്യേകത. നോട്ടിന് വരെ പ്രത്യേകതയുണ്ട്. കണ്ടോ? നല്ല ഒറ്റ സീരിയൽ കണ്ടോ? 1 2 3 4 5 6 7 8 9 10. 10 വർഷം. 10 വർഷം നന്നായിരിക്കട്ടെ. 10 വർഷം നന്നായിരിക്കട്ടെ. അത് കഴിയുമ്പോൾ വീണ്ടും ഒരു 10 വർഷം നന്നായിരിക്കട്ടെ അല്ലേ? കണി സെറ്റായോ? കണിയെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇതിനകത്ത് സ്വർണം വെക്കണം, പൈസ വെക്കണം. എവിടെയാ സ്വർണ്ണം? ഈ ലോക്കറിൽ പോയി എടുക്കണ്ടേ? വാൽക്കണ്ണാടിയോടെ സ്വർണ്ണം ഇവിടെ എടുക്കും, ലോക്കറിൽ പോയി എടുക്കണ്ടേ? സൂക്ഷിച്ചു വെച്ചേക്കുവാണല്ലോ അല്ലേ? മൊത്തം ബാങ്കിന്റെ ലോക്കറിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, ഫുൾ പണയം. എല്ലാം എടുത്ത് വെച്ചു. നമ്മുടെ കണ്ണാടിയുടെ വച്ച കണ്ണാടി എങ്ങനെയാണെന്നറിയോ? നമ്മൾ വന്ന് കണി കാണുമ്പോൾ നമ്മളെ കാണണം. അതുപോലെ വേണം. പിന്നെ കാണത്തില്ലേ? പിന്നെ കാണും. കാണും. നിന്റെ കണ്ണിന്റെ കാഴ്ചശക്തി പോയോ? അപ്പോൾ നമ്മുടെ കണിയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ രാവിലെ എഴുന്നേറ്റ് എല്ലാവരെയും വിളിച്ചെഴുന്നേൽപ്പിച്ച് കണി കാണിച്ചാൽ മതി. വിളിക്കുമ്പോൾ എണീറ്റ് വന്നോ കേട്ടോ, ഇനി കണ്ണ് തുറക്കാതെ.